അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥം ഇന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന എല്ലാവരെയും ഞാൻ ഈശ്വര നാമത്തിൽ ആശീർവദിക്കുന്നു. ജോലി, വീട്, വിവാഹം, ബാങ്ക്, പരീക്ഷ, പഠനം, ഇൻ്റർവ്യൂ, സ്ഥലമെടുപ്പ്, സ്ഥലം അളവ്, വീട് വെക്കൽ, അപേക്ഷ കൊടുക്കൽ, ഇങ്ങനെ ആശുപത്രി പോക്ക്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബയോപ്സി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിൻ്റെ ദൈവപതിന് നീ പോകുന്നുവോ, കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്ന നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ വരികയും നിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആശീർവദിക്കുകയും നീ അറിയാത്ത അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിൻ്റെ യാത്രയുടെ ലക്ഷ്യത്തെ സംരക്ഷിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ഒരു ജീവിതത്തിൽ കുറവുണ്ട് എന്നാൽ അത് ദൈവത്തിന് പ്രവർത്തിക്കാനും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടിയുള്ള ഒരു വാതിലായിട്ട് നമ്മൾ കരുതണം. അല്ലെങ്കിൽ അതിനോർത്ത് നിരാശപ്പെടരുത്. കാര്യം ബൈബിളിൻ്റെ മുഴുവൻ സ്ട്രക്ചറിൽ ഞാൻ എപ്പോഴും അതിലൂടെയൊക്കെ സഞ്ചരിച്ച് പോകുന്ന പൊതു നിലപാടുകൾ നോക്കും. രക്ഷാകരമായ പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടി ദൈവം കൈക്കൊള്ളുന്ന ഒരു പൊതു നയമുണ്ട്. അതിൻ്റെ അകത്ത് ആ നയത്തിൽ വരണതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ഇല്ലേ? ആ വചനം ആൾക്കാരുടെ ഇടയിൽ ഈ കാലത്ത് ഉടമ്പടി എടുത്തിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും അവർ സാക്ഷ്യം പറയുമ്പോൾ ഈ വചനം കോട്ട് ചെയ്യും. കാര്യം എന്താണ്? മെറിറ്റ്സിൽ അവരവലംബിച്ചിരുന്നെങ്കിൽ അവരൊന്നും ഒരിടത്തും എത്തത്തില്ലായിരുന്നു. അതാണ്
എനിക്ക് ഇത്രയും പവർഫുള്ളാണ് വചനമെന്ന് അറിയത്തില്ലായിരുന്നു. ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഈശോ തന്ന വചനം ഇതാണ്: നിൻ്റെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്ന്. അപ്പോൾ ഒരു വിഷയത്തിൽ യോഗ്യത ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പിന്നാക്കം പോവുകയോ അതിന് ശ്രമിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഇപ്പോൾ സാമ്പത്തികമായ കടങ്ങളാകാം, നമുക്കത് പരിഹരിക്കാനുള്ള മാർഗമില്ലാത്ത അവസ്ഥയാകാം, നമ്മളാരും സഹായിക്കാനില്ലാത്ത അവസ്ഥയാകാം. അപ്പം സഹായിക്കാനില്ലാത്ത അവസ്ഥ ഉണ്ടെന്നുള്ളത് പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് ബൈബിള് നമുക്ക് വേണ്ടി വെളിപാട് കൊണ്ടിരിക്കുന്നത്. അതാണ് ബൈബിൾ പറയണത്, നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിലെന്ന്. സങ്കീർത്തനം 121:1-2 വാക്യങ്ങൾ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. എനിക്ക് സഹായം കർത്താവിൽ നിന്ന്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ആകാശം ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. അപ്പം സഹായം എന്നുള്ള വിഷയം ഉടമ്പടി എപ്പോഴും നോക്കണത് ഈ ദൈവത്തിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള സഹായത്തെയാണ് ഉടമ്പടി ഉന്നം വെക്കുന്നത്. ആ സഹായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വർക്കൗട്ട് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റിലാണ്. എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഉടമ്പടിയുടെ പ്രഖ്യാപിത അടിസ്ഥാന വചനം ഉണ്ടല്ലോ, അതായത് എഫെസ്യസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ ഇത് നേടിയെടുക്കണത് കൊണ്ട് അതാണ് മെറിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച് റാങ്ക് വാങ്ങിക്കത്തില്ല, അത് മെറിറ്റ്സാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോളെൻ്റെ അടുത്ത് വന്നതിൻ്റെ വെച്ചാൽ ഞാൻ സെക്കൻഡ് റാങ്കാണ്. സെക്കൻഡ് റാങ്ക് എൻ്റെ ഫസ്റ്റ് റാങ്കാൻ പറ്റില്ല, ഞാൻ വിഷയം മറന്നുപോയി. പക്ഷേ എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. PSC ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്കുകാരത്തിയാണ്, എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. അതല്ല പ്രശ്നം, ഇപ്പം ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്നുവെന്ന്. അപ്പോൾ ഈ ലിസ്റ്റ് ഈ ഇലക്ഷനിൽ പുതിയ ഇലക്ഷൻ എടുത്ത് മന്ത്രിസഭ വരുന്ന മുമ്പ് തന്നെ അതിനെ കാലഹരണപ്പെട്ടു പോകും. അപ്പോൾ മെറിറ്റ്സിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മളൊരു മെറിറ്റ്സിലാണ്, റാങ്ക് എന്ന് പറയുന്നത് മെറിറ്റ്സ് അല്ലേ. അപ്പോൾ മെറിറ്റ് ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മുടെ യോഗ്യതകൾ കാലഹരണപ്പെടാം. അതുകൊണ്ടാണ് ഈ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഗ്രേസിൽ അവലംബിക്കേണ്ട കാര്യം ഇതാണ്. അതിന് കാലഹരണപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് എപ്പോഴായാലും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള ഉടമ്പടി സാക്ഷികൾ ആ ടൈപ്പാണ്. വെച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല, കിട്ടാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവളെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ കർത്താവ് അവളെ അക്കോമഡേറ്റ് ചെയ്യും ആ ഒരു ജോലിക്ക് വേണ്ടി. പക്ഷെ അവരെല്ലാം ചെയ്യണൊരു കാര്യം, അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും കാർക്കശ്യമായി പെരുമാറണമെന്നറിയാവോ? എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടി വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ വളരെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വിചാരിക്കും, അത് കുറച്ച് നമ്മൾ പരിശ്രമിക്കേണ്ടി വരും, അപ്പോൾ ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അങ്ങനെ മെറിറ്റിൽ ഉള്ള കാര്യങ്ങളാണത്. അപ്പം അങ്ങനെ വരുമ്പോൾ മിക്കവാറും അത് പരിശ്രമിച്ചാലും കിട്ടാതെ വരും. എന്താ കാര്യം? അവിടെ നിന്നൊരു ദൈവത്തിൻ്റെ ഒരു സ്പേസ് അവിടെ ഇല്ല. ദൈവത്തിൻ്റെ സ്പേസ് ഇപ്പം നമ്മൾ ഓരോരുത്തരെയൊക്കെ ഈ യുദ്ധത്തിൽ ഓരോരുത്തർ മരിക്കുമ്പോൾ എലിമിനേറ്റർ എന്ന് എഴുതി കാണിക്കത്തില്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ സ്പേസ് പലപ്പോഴും നമ്മൾ തന്നെ എലിമിനേറ്റ് ആയി കളയും, വൈപ്പ് ഔട്ട് ചെയ്ത് കളയും. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും ഉടമ്പടിയിൽ താമസം വരണത്. നിങ്ങളൊരു വിഷയം ഒരു വിശ്വാസത്തിൽ ഞാൻ പലപ്പോഴും ചെയ്യണത്, ഉടമ്പടിയിൽ എപ്പോഴും എല്ലാവർക്കും ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലല്ലോ. സത്യസന്ധമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ, ആ വിശ്വാസം സത്യസന്ധമായിരിക്കണം. സത്യസന്ധമായ ആൾക്കാർക്ക് മാത്രമേ ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ. ചില ആൾക്കാരിങ്ങനെ ഫ്രോഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും, അവരിങ്ങനെ ദൈവത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കും. അവർ ടെസ്റ്റ് ചെയ്ത് അവർ തന്നെ വീണ്ടും അവതാളത്തിലാക്കിയുള്ളൂ. മറിച്ച് ചില ആൾക്കാർ തങ്ങളുടെ സത്യസന്ധതയോട് തന്നെ ഉടമ്പടിയിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവരുടെ വിശ്വാസം സത്യമാണെന്ന് കണ്ടാൽ ദൈവം അവരെ സഹായിക്കും. അതുകൊണ്ട് ഒരിപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജപ്തി നടപടിയായാലും അല്ലെങ്കിൽ മകൻ്റെ വിസ പുതുക്കി കിട്ടാത്ത വിഷയമായാലും, നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് നിങ്ങൾ തോറ്റുപോയ വിസ ഇൻ്റർവ്യൂ തോറ്റുപോയ വിഷയമായാലും നിങ്ങൾ മനസ്സ് മടിക്കരുത്. നിങ്ങൾക്ക് എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണിത്. എന്തെങ്കിലും ഒരു ഈടറവ് വന്നാൽ ഉടനെ മനസ്സ് മടുത്തിട്ട്, മനസ്സ് മടുക്കുമ്പോൾ എന്ത് പറ്റും? പ്രാർത്ഥന നിങ്ങളെ കുറക്കും. പിന്നെ എന്ത് ചെയ്യും? പ്രാർത്ഥനയോടുകൂടി നമ്മൾ ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങളെ കുറക്കും. പിന്നെ
പ്രേക്ഷിത പ്രവർത്തനം കുറക്കും. അപ്പോൾ ഇത് ഇങ്ങനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറയണതാണ്. എന്തെങ്കിലും ഒരു പരാജയം തട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കുറയാം. പക്ഷേ നമ്മൾ തട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ജാഗ്രതയുള്ളവരാകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പ്രേക്ഷിത പ്രവർത്തനം കുറക്കുകയോ അത് ഈ ഒരു പ്രത്യേകിച്ച് പരാജയ കാലഘട്ടങ്ങളിലേ ഒരിക്കലും നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം കുറക്കരുത്. പരാജയ കാലഘട്ടങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ദൈവത്തോടുള്ള ഉപവിപ്രവർത്തനങ്ങൾ കുറക്കരുത്. അങ്ങനെ കുറക്കാതെ വരുമ്പോൾ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ സത്യവിശ്വാസമായിട്ട് എടുക്കും. കാര്യം അല്ലെങ്കിൽ നമുക്ക് വേറെ തിരിച്ചു പറയാനാണെങ്കിൽ ഈ നിങ്ങളുടെ വിശ്വാസം സത്യവിശ്വാസമാണെന്ന് അറിയണത് പരാജയ കാലഘട്ടങ്ങളാണ്, വിജയകാലഘട്ടങ്ങളല്ല. ഇനി നിർഭാഗ്യവശാൽ 50% മനുഷ്യരും പരാജയ കാലഘട്ടത്തിൽ എടുക്കുന്ന തീരുമാനം കാരണം വീണ്ടും പരാജയപ്പെട്ടു പോണത് കാണാം. അവിടെയാണ് ബുദ്ധി വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ദൈവമായിട്ട് ഡീല് ചെയ്യുന്നതിന് നമുക്ക് സ്നേഹം മാത്രം പോരാ, ബുദ്ധി കൂടി വേണം. ദൈവമായിട്ട് ഡീല് ചെയ്യുന്നതിനെല്ലാം ഒരു ബുദ്ധി വേണം. അപ്പോൾ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈശോ പറഞ്ഞിട്ടുണ്ട്, ഗോപുരം പണിയാൻ പോകുമ്പോൾ ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷേ ഒക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതുപോലെയാണ് ദൈവമായിട്ടുള്ള ഡീലും അങ്ങനെയാണ്. ആൾക്കാർ ദൈവമായിട്ടൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങും, അല്ലെങ്കിൽ ദൈവമായിട്ട് വിശുദ്ധിയോടെ ജീവിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ദൈവമായിട്ട് സാക്ഷ്യപ്പെട്ട ജീവിതം തുടങ്ങും, പക്ഷെ ഇവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഫോഷനായ മനുഷ്യനെന്നാണ് വിളിക്കുന്നത്. ഉടമ്പടി തന്നെ എടുത്തിട്ട് നിങ്ങൾക്കത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം അത് കാറ്റഗറൈസ് ചെയ്യണത് നിങ്ങളെ ഫോഷനായ മനുഷ്യനാണ്. അപ്പം നിങ്ങളെ പുതുക്കുമ്പോഴും ഈ നിങ്ങളുടെ ആ ഗ്രേഡ് എപ്പോഴും നോക്കണം. ഗ്രേഡ് ഗ്രൗണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം. എൻ്റെ പേര് നിമിഷ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്, വടക്കാഞ്ചേരി എന്ന് പറയും. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂലൈ 28-നാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം വന്നപ്പോൾ ഒരു അല്പവിശ്വാസം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടുന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിച്ചു ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരും. എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടു തുടങ്ങി. സാക്ഷ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഇടപെടാതെ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു രക്ഷയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ ആഗ്രഹിക്കാൻ തുടങ്ങി ഇങ്ങോട്ട് വരാൻ. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു വണ്ടിയിലാണ് കൃപാസനത്തേക്ക് വരാറ്. പിന്നെ എന്ന് മുതലാണോ ഞാൻ ആഗ്രഹിച്ചത്, അപ്പോൾ ഒന്നും എനിക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ 3ാമത്തെ തവണ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ച് കൃപാസനത്തിൽ വരണം, ഉടമ്പടി എടുക്കണം, അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ആ വണ്ടി ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ നമ്മൾ നാളെ പോവല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോളെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ആൾക്കാരായാലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഫോൺ വിളിച്ച് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ജപമാല സ്നേഹത്തോടെ ഞാൻ ചെല്ലാൻ തുടങ്ങി. 2ാമത്തെ രഹസ്യം എത്തിയപ്പോഴേക്കും ആളെന്നെ വിളിക്കുകയാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ആളായി, നമുക്ക് പോവാം. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ കൃപാസനത്തിലേക്ക് വിളിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തിട്ട് മാതാവിനെയും കൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോയി. ആദ്യം മാതാവ് ചെയ്തത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം സ്വപ്നത്തിൽ കാണുന്നത് മാതാവ് സ്വപ്നത്തിൽ നിന്ന് എണീറ്റിട്ട് ഞാൻ കാണുന്നതാണ് എൻ്റെ മേലെ കൂടെ ഒരു നീല പ്രകാശം എന്നെ പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, മാതാവ് കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കിടന്നുറങ്ങണതാണ് കണ്ടത്. അപ്പം ഭൗതികമായിട്ടുള്ള എൻ്റെ നിയോഗങ്ങളെക്കാളും മാതാവ് ആദ്യം എനിക്ക് ചെയ്തു തന്നത് എന്താ പറയുക, ദുഷ്ടൻ്റെ കെണിയിൽ നിന്ന് എന്നെ, അവൻ്റെ ഭരണത്തിൽ നിന്ന് എന്നെ പിടിച്ച് മാതാവിൻ്റെ മേലങ്കി കൊണ്ട് ആദ്യം പൊതിയാണ് ചെയ്തത്. ആദ്യത്തെ 3 മാസം ഞാൻ മാതാവിനോട് എൻ്റെ ഭൗതിക നിയോഗങ്ങൾക്ക് വേണ്ടി വാശി പിടിച്ച് ചോദിക്കുകയായിരുന്നു. അപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, മോളെ നീ ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് ചോദിക്കുക, ഈശോ നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് അതിന് വേണ്ടിയല്ലല്ലോ. അങ്ങനെ മാതാവ് ആദ്യം വിശുദ്ധ കുർബാനയിലേക്കും ഈശോയിലേക്കും അടുപ്പിക്കുകയായിരുന്നു. ഞാൻ കൂടുതൽ ജപമാലകളൊക്കെ ചെല്ലാൻ തുടങ്ങി. ആദ്യത്തെ 3 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി ധ്യാനം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പോഴെനിക്ക് മനസ്സിലായി ഉടമ്പടി ധ്യാനത്തിലാണ് എനിക്ക് ഉടമ്പടി ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലായത്. അങ്ങനെ 3 മാസം കഴിഞ്ഞ് ഇവിടെ വന്ന് പുതുക്കിയപ്പോൾ എൻ്റെ നിയോഗങ്ങളൊക്കെ ഞാൻ മാറ്റി. പക്ഷെ മാതാവ് അത് കഴിഞ്ഞപ്പോൾ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിലത്തെ നിയോഗമാണ് ആദ്യം ഒപ്പുവെച്ചത്. എനിക്ക് ഒരു കുഞ്ഞുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു മിസ്കാരേജ് ഉണ്ടായിരുന്നു. ഇനി അടുത്ത കുഞ്ഞ് എന്നറിയില്ല. ഞാൻ നാട്ടിലാണ്, ഹസ്ബൻഡ് പുതിയ ജോലി കിട്ടി ദുബായിലാണ്. ആ സമയത്ത് ആണ് ഞാൻ ഉടമ്പടിയിൽ ഈ നിയോഗം വെച്ചത്. അപ്പോൾ മാതാവ് ആദ്യം ചെയ്തത് ഹസ്ബൻഡിനോട്, അവിടുത്തെ മാനേജർ, ഹസ്ബൻഡ് ജോലിക്ക് കയറിയിട്ട് 6 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യം ചെയ്തത് മാനേജർ വന്ന് ഹസ്ബൻഡിനോട് ചോദിച്ചു, നിനക്ക് ലീവ് വേണോ, നീ ലീവ് വേണമെങ്കിൽ നാട്ടിലേക്ക് പൊക്കോ. 1 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് ലീവ് കിട്ടേണ്ടത് 6 മാസം ആവുന്നതിന് മുമ്പ് ഹസ്ബൻഡ് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇനി എന്നാണ് ഒരു കുഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷേ മാതാവ് ആദ്യമായിട്ട് എനിക്ക് സമയം ചുരുക്കി തന്നു. ആ കുഞ്ഞാണ് എൻ്റെ കൂടെ ഉള്ളത്. പിന്നെ
എനിക്ക് പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗറായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് കുറേ സുവിശേഷ പ്രഘോഷണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഡിസ്ചാർജ് ആവാൻ പോവുകയാണ്. ഷുഗർ കൂടിയിട്ട് ആ സമയത്ത് മാതാവിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു കരുതൽ എനിക്ക് അനുഭവിക്കാൻ പറ്റിയത്. എനിക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റിലെ SGOT SGPT ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ ആ വാർഡിൽ 2 നിമിഷന്മാരുണ്ടായിരുന്നു. ഒരു നിമിഷം ഡിസ്ചാർജ് ആയിപ്പോയി, ഒരു നിമിഷം ഞാനായിരുന്നു. അപ്പോൾ ആ നിമിഷയുടെ ഹൗസ് സർജൻ വന്നിട്ട് എനിക്കൊരു ബ്ലഡ് ടെസ്റ്റ് എഴുതി തന്നു. ഞാനത് ചെയ്തു നോക്കിയപ്പോൾ എൻ്റെ SGOT SGPT ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞു വന്നിട്ട്, ഇത് തനിക്ക് എഴുതിയ ടെസ്റ്റല്ല, പക്ഷേ ദൈവമായിട്ട് കാണിച്ചു തന്നതാണ്, എൻ്റെ മാതാവാണ് അതെനിക്ക് കാണിച്ചു തന്നത് 100% ഉറപ്പുണ്ട്. അങ്ങനെ ഡോക്ടർ എന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഞാൻ മെഡിക്കൽ കോളേജിലേക്കൊന്നും പോകേണ്ടി വന്നില്ല. ഞാൻ ഉടമ്പടി ഉപ്പാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് മാതാവ് പൂർണ്ണ സൗഖ്യം തന്നു. എന്നിട്ട് ഞാൻ ഡോക്ടർക്ക് എൻ്റെ റിസൾട്ട്, ഷുഗറിൻ്റെയും SGOT SGPTയുടെ റിസൾട്ട് ഞാൻ അയച്ചു കൊടുത്തു വാട്സപ്പിൽ. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, വിശ്വസിക്കാവുന്ന വല്ല ലാബിലാണോ ഇത് ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ മനസ്സിൽ എനിക്ക് ഭയങ്കര ചിരി വന്നു. കാരണം ഇതെൻ്റെ മാതാവും ഈശോയാണല്ലോ സുഖപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത്, നിൻ്റെ ദൈവമായ കർത്താവിന് സാക്ഷ്യം പറയാൻ നീ ലജ്ജിക്കരുതെന്നാണ്. ഞാൻ അപ്പോൾ തന്നെ ഡോക്ടറോട് പറഞ്ഞു, ഇതെൻ്റെ ഈശോയാണ് സുഖപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി തൈലം ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ്, സാക്ഷ്യങ്ങളിൽ കേട്ട പോലെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ വയറ്റത്ത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കായിരുന്നു. അങ്ങനെ ഇവൾ ഒക്ടോബർ 22-നാണ് ഇവളുടെ ഡെലിവറി ഡേറ്റ്. ഇവൾ ഒക്ടോബർ 8-നാണ് മാതാവ് തന്നത്. മാതാവിനോട് ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നത്, മാതാവിൻ്റെ മാസത്തിൽ വേണം എനിക്കൊരു ഉണ്ണിയെന്ന്. മാതാവ് അത് നടത്തി തന്നു. അങ്ങനെ സമയം ചുരുക്കി തന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഉടമ്പടി കാലഘട്ടത്തിൽ ഒരു ധ്യാനത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മാതാവിൻ്റെ ഭയങ്കര സംരക്ഷണം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഞാൻ ട്രെയിനിലാണ് തിരിച്ചു വന്നത്. ട്രെയിനിൽ വരുമ്പോൾ ട്രെയിനിൽ ഞാൻ പോയതും വന്നതും എല്ലാം മാതാവിനെ, കൃപാസനത്തെയും മാതാവിനെ അറിയുന്ന ആൾക്കാരുടെ കൂടെയായിരുന്നു. പിന്നെ ഞാൻ എനിക്ക് ട്രെയിൻ എൻ്റെ ക്യാൻസലായി പോയി. എന്നിട്ട് ഞാൻ വേറെ ട്രെയിനിലാണ് തിരിച്ചു വന്നത്. ആ സമയത്ത് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തൊരു ചേച്ചിനെ ഞാൻ കണ്ടുമുട്ടി. ആ ചേച്ചി ക്യാൻസർ ബാധിച്ചൊരു ചേച്ചിയായിരുന്നു. അന്ന് ആ ചേച്ചി മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഉപ്പില്ലല്ലോ, ഉപ്പ് എങ്ങനെ കിട്ടും എന്ന് ആ ചേച്ചി വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ ആ ട്രെയിനിൽ കയറിയത്. അങ്ങനെ മാതാവിനെ കുറിച്ച് പറയാനും ഉടമ്പടി ഉപ്പ് കൊടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ട്രെയിനിലൊക്കെ സുവിശേഷ പ്രഘോഷണം നടത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 2ാമത്തെ നിയോഗം എന്ന് പറഞ്ഞത്, ഞാൻ കുറേ നാളായിട്ട് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു നഴ്സാണ്. അപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് സാക്ഷ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡിസംബർ 8 എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണമെന്ന് മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാതാവ് ഈ ഉടമ്പടി കാലഘട്ടത്തിൽ ഞാൻ ഈ PSCക്ക് വേണ്ടി പഠിക്കുകയാണ്. അങ്ങനെ PSC കോച്ചിങ്ങിന് ഞാൻ ചേർന്നു. ഞാൻ എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ട്, നോട്ട് എഴുതുന്നുണ്ട്. പക്ഷേ എക്സാമിൻ്റെ ദിവസങ്ങൾ അടുത്തപ്പോൾ എന്ത് ചെയ്താലും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇതെന്തത്? അപ്പോൾ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മകൻ മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാണിത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് മാതാവിൻ്റെ ഗ്രേസ് കൊണ്ട്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ്, മാതാവിൻ്റെ ഗ്രേസ് കൊണ്ടാണ് എനിക്ക് അന്ന് എക്സാം എഴുതാൻ പറ്റിയത്. ഞാൻ കാശ് രൂപം കൊണ്ടാണ് എക്സാമിന് പോയത്. ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ആൻസർ ചെയ്ത് നോക്ക്, എത്ര മാർക്ക് ഉണ്ടാവും നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് നോക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു, അതിൽ ഞാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് PSC ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ഇൻ്റർവ്യൂവിന് വിളിച്ച സമയത്ത് ഒരു 8 മാസം ഗർഭിണിയായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചത് വയനാട്ടിലെ ദുരന്തത്തിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ അത് ദുരന്തമായതുകൊണ്ട് എൻ്റെ ഇൻ്റർവ്യൂ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചു. ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. PSC മാതാവ് ഇതുവരെ എത്തിച്ചതല്ലേ, ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ എന്നാവും എന്ന് ആലോചിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ സെപ്റ്റംബറിലെ ലിസ്റ്റിലും എൻ്റെ പേര് വന്നിട്ടില്ല. ഇനി ഇൻ്റർവ്യൂ ഉണ്ടാവും ഒക്ടോബറിലാണ്. പക്ഷേ എൻ്റെ ഡെലിവറിയും ഒക്ടോബറിലാണ്. എനിക്ക് സിസേറിയനാണ്, എങ്ങനെ ഇൻ്റർവ്യൂവിന് പോവും, അങ്ങനെ ആലോചിച്ച് ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോൾ ഞാൻ PSC ഓഫീസിൽ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഇൻ്റർവ്യൂ ഉണ്ട്, എനിക്ക് ഒന്ന് സെപ്റ്റംബറിലോട്ട് മാറ്റി തരാൻ പറ്റുമോ? അപ്പോൾ അവർ പറഞ്ഞു, അതൊരിക്കലും നടക്കില്ല, തൻ്റെ ഡെലിവറി ഞങ്ങൾ എന്നാണ് ഇൻ്റർവ്യൂ ഇടണമെന്ന് എനിക്ക് അറിയില്ലല്ലോ, അതെന്തായാലും നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞു, ഇൻ്റർവ്യൂ നേരത്തെ ഉണ്ട്, എന്നാൽ അത് മുൻകൂട്ടി വേണം എന്നുള്ളവർ പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഉച്ച തിരിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ മെസ്സേജ് വന്നു PSCന്ന്. അങ്ങനെ ഇൻ്റർവ്യൂവിന് ഞാൻ പോയി. ഇൻ്റർവ്യൂവിന് പോയ സമയത്തും എനിക്ക് മാതാവ് എൻ്റെ സമയം ചുരുക്കി തന്നു. എനിക്കൊരു 11:30-12 മണിയാകുമ്പോഴായിരുന്നു ഇൻ്റർവ്യൂ. പക്ഷേ ഞാൻ ഡയബറ്റിക് ആയതുകൊണ്ടും ഞാൻ ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. പക്ഷേ
അവിടെ ചെന്നു. അവിടെ എൻ്റെ കൂടെ കുറേ ഗർഭിണികളുണ്ട്. പക്ഷേ അവരെല്ലാം ഭയങ്കരമായിട്ട് നിർബന്ധിക്കുക, വേഗം കയറ്. അങ്ങനെ എനിക്ക് അവിടെയും സമയം ചുരുക്കി തന്നു. ഇപ്പം റാങ്ക് ലിസ്റ്റ് വന്നു. ഡിസംബർ 8 ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. ഡിസംബർ 9 മാതാവ് എനിക്ക് എൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 90ാമത്തെ റാങ്കോട് കൂടി എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ 3ാമത്തെ നിയോഗം എൻ്റെ മോള്, മൂത്ത കുട്ടി, അവൾക്ക് ഒരു വയസ്സിൽ കോവിഡ് വന്നു. അതിനുശേഷം പനി വരും. ഒരു 105 ഡിഗ്രി പനിയൊക്കെയാണ് എപ്പോഴും വരിക. അവൾക്ക് പനി വന്നാൽ ഞങ്ങൾക്കൊരു മനസ്സിൽ ഭയങ്കര വിഷമമാണ്. കാരണം ഫിറ്റ്സ് വരും. എത്ര നമ്മൾ എന്ത് ചെയ്താലും പനി കുറയില്ല. അമ്മയ്ക്കും എനിക്കും ഭയങ്കര വിഷമമാണത്. ആ വിഷമം അപ്പോൾ ഞാൻ മാതാവിനെ അത് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടി സമയത്ത് ഉടമ്പടിയിൽ ഞാൻ 3ാമത്തെ നിയോഗം മാതാവ് അത് ഏറ്റെടുത്തു. അതിനുശേഷം എനിക്ക് മോൾക്ക് അങ്ങനത്തെ ഒരു പനി വന്നില്ല. പിന്നെ എനിക്ക് ആത്മീയ ജീവിതത്തിൽ എനിക്ക് മാതാവിനോട്, ഞാൻ അമ്മയോട് സംസാരിക്കുന്ന പോലെയാണ് മാതാവിനോട് സംസാരിക്കുന്നത്. ഒരു ദിവസം സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് എപ്പോഴും സംസാരിക്കാൻ തോന്നും. സംസാരിച്ചില്ലെങ്കിൽ എന്തോ കണക്ഷൻ പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപയൊക്കെ മാതാവ് എനിക്ക് തന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തിരുന്നത്, ഞങ്ങളുടെ അവിടെ ഒരു സൈക്യാട്രി പേഷ്യൻസിനെ നോക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ദശാംശം പൈസ കൊടുക്കുമായിരുന്നു. പിന്നെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്തിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പത്രങ്ങൾ കൊടുത്തിരുന്നു. പിന്നെ എനിക്ക് ഉടമ്പടി ധ്യാനമാണ് എന്നെ നയിച്ചിരുന്നത്. ഞാൻ എപ്പോൾ വീഴാൻ പോയാലും അത് എന്നോട് ഉടമ്പടി ധ്യാനത്തിലൂടെ അച്ഛൻ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്നോട് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവാറുണ്ട്. പിന്നെ ഉടമ്പടിയിലെ വചനങ്ങൾ, എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്, എൻ്റെ സമാധാനം ഉടമ്പടിക്ക് മാറ്റം വരികയില്ല, നീ എനിക്ക് പ്രിയപ്പെട്ടവളും പ്രിയങ്കരിയും ബഹുമാന്യയുമാണ്, നിനക്ക് ഉപകരമായ നിൻ്റെ ജീവനും ജനതകളെയും ഞാൻ നൽകുന്നു. ഈശോയുടെ കരുണയുടെ കുറേ വചനങ്ങൾ, ഇതെല്ലാം ഈശോ എനിക്ക് ഉടമ്പടിയിലൂടെ തരാറുണ്ട്. പിന്നെ ആ ട്രെയിനിൽ മാതാവിൻ്റെ ഭയങ്കര സംരക്ഷണത്തിന് ശേഷമാണ് ഈശോ എന്നോട് ബൈബിളിലൂടെ സംസാരിച്ചത്. ആ ഒരു അനുഭവം മാത്രം മതി എനിക്ക് ഈശോ എപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നുള്ള ആലോചിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, അത് നിങ്ങൾക്ക് ലഭിക്കും. നിമിഷ, സണ്ണി തൻ്റെ കുഞ്ഞുങ്ങളും അമ്മയുമൊക്കെ ആയിട്ട് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, തൻ്റെ ജീവിതം പ്രഘോഷിക്കുകയാണിവിടെ. എങ്ങനെയാണ് താൻ ഇന്ന് ഈ അൾത്താരയിൽ കയറി നിൽക്കുവാൻ തന്നെ ദൈവം അനുവദിച്ചത്, അതിന് താൻ എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് നൽകിയ കൃപകൾ, തൻ്റെ കുഞ്ഞിൻ്റെ കാര്യവും, അതായത് മൂത്ത കുട്ടിക്ക് ശേഷം ഒരു അബോർഷനാകുന്നു, പിന്നീട് ഇനി എന്നൊരു കുഞ്ഞ് എന്നുള്ളത് തന്നെ സംബന്ധിച്ച് അത് ഇനി നീണ്ടുപോകുമോ എങ്ങനെയെന്നറിയില്ലാത്ത ഒരവസ്ഥയിലൊക്കെ ഹസ്ബൻഡ് ജോലിക്കായിട്ട് പോകുന്നു, ഈ മകള് നാട്ടിലാണ്. എങ്ങനെയാണ് അവിടെ അമ്മ ഇടപെടുന്നത്? അതായത് ഈ മകൾ ഓരോന്നിലും പറഞ്ഞു ടൈം ഷോർട്ടനിങ്, ജീവിതത്തിൽ ഇനി കുറേ നാൾ കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോൾ തന്നെ അവിടെ അമ്മ എങ്ങനെ ആ കാര്യങ്ങൾ വ്യക്തമാക്കി ക്രമീകരിക്കുന്നു. അതായത് നാം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ തോളോട് തോൾ ചേർന്ന് അമ്മ ഇങ്ങനെ നിൽക്കുകയാണ്, നാം പറയുന്നതൊക്കെ കേട്ടുകൊണ്ട്. ഇതൊക്കെ തന്നെയല്ലേ ഈ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെ മനസ്സിലെ ആഗ്രഹം അതാരോടും പറഞ്ഞൊന്നുമില്ല, പക്ഷെ പറഞ്ഞത് ഒരാളോടാണ്. ആ ആളോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു ടച്ച് ഇല്ലാത്ത പോലെ തോന്നുന്നു എന്നാണ് ഈ മകൾ പറഞ്ഞത്. അതായത് പരിശുദ്ധ അമ്മയോട് താനിപ്പോൾ സംസാരിക്കുന്നുണ്ട്. അമ്മയോട് സംസാരിക്കാതെ ഒരു ദിവസം പോലും എനിക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല. അത്രയേറെ അമ്മയുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം, ഈ ഒരു വ്യക്തിബന്ധം തന്നെയാണ് ഉടമ്പടി പ്രധാനമായിട്ടും ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് വേണ്ടത്. ഭൗതികമായിട്ടുള്ള തൻ്റെ കുറേ കാര്യങ്ങൾ അത് 3 മാസത്തോളം പ്രാർത്ഥിച്ചു. എന്നാൽ അമ്മ എനിക്ക് പറഞ്ഞു തന്നു നീ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന്. അങ്ങനെ ഈ മകള് പിന്നീട് തൻ്റെ നിയോഗങ്ങൾക്കല്ല പ്രാധാന്യം കൊടുത്തത്, ദൈവവുമായിട്ട് താൻ ചെയ്യേണ്ട, അതായത് ചെയ്തിരിക്കുന്ന ഉടമ്പടി, ഈ അമ്മയാണ് മധ്യസ്ഥ. അമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവുമായി ചെയ്തിരിക്കുന്ന ഉടമ്പടിയിൽ ആ വാക്ക് പാലിക്കണം. ഉടമ്പടിക്ക് കർത്താവിന് കൊടുത്ത വാക്ക്, ആ
അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുള്ള ഒരു ജീവിതം, അതാണ് പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണുവാൻ കഴിയുക. അങ്ങനെയാണ് ഈ മകൾക്ക് തൻ്റെ ജീവിതത്തിൽ തനിക്ക് കുഞ്ഞിനെ ലഭിക്കുന്നു. അതുപോലെ ഒരിക്കലും, അതായത് ഹസ്ബൻഡ് വരുന്നതിന് 2 വർഷമെങ്കിലും 1 വർഷമെങ്കിലും മിനിമം എടുക്കും. എന്നാൽ മാനേജർ എന്ത് പറയുന്നു, ഇതൊക്കെ വളരെ നിസ്സാരമായി കാണുന്നവർക്ക് അത് നിസ്സാരം തന്നെയാണ്. എന്നാൽ എന്തിലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ്, അത് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദൈവ പൈതലിന് തോന്നുന്ന കാര്യം മാത്രമാണ്. അതൊരു തോന്നലല്ല, അതൊരു ബോധ്യമാണ്. ആ ബോധ്യമാണ് നിമിഷയ്ക്ക് കിട്ടിയത്. അതിൽ നിമിഷ അഭിമാനിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും. പിന്നീട് തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ദൈവ സാന്നിധ്യം എങ്ങനെയാണ് പരിശുദ്ധ അമ്മ തനിക്ക് അകാരണമായിട്ട് തന്നെ പിടികൂടിയിരുന്ന ഭയം, അമ്മയുടെ നീല അങ്കി കൊണ്ട് തന്നെ പൊതിഞ്ഞ ഒരു അനുഭവം, അതുപോലെ ഈശോയെയും അമ്മയെയും ഒക്കെ തനിക്ക് സ്വപ്നത്തിൽ തനിക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആ ഒരു അനുഭവം തനിക്ക് കിട്ടുന്നു. അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും തൻ്റെ PSC എക്സാമിൻ്റെ കാര്യം, പിന്നീട് റാങ്ക് ലിസ്റ്റിലൊക്കെ എങ്ങനെ വരുന്നു, ഇൻ്റർവ്യൂവിൻ്റെ കാര്യമുണ്ട്. അതിനിടയിൽ താൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ടുണ്ട്, അതിൻ്റെ ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും എങ്ങനെയാണ് തന്നെ ഓരോ അവസ്ഥയിലും ദൈവം വഴി നടത്തിയത്. അതായത് വാഗ്ദാന പേടകമായ അമ്മയെ നാം മനസ്സിലും ഹൃദയത്തിലും ധ്യാനിച്ചുകൊണ്ട് മറ്റൊരു വാഗ്ദാന പേടകമായിട്ട് മാറണം. അതാണ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. നമുക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാമെന്നാണ് പറയുക, പക്ഷേ കണ്ടീഷനുണ്ട്. ആ കണ്ടീഷനാണ് നാം തിരുവചനത്തിലൂടെ കേട്ടത്. നമുക്ക് കുടുംബങ്ങളെ, വ്യക്തികളെ കൈപിടിച്ച് തൻ്റെ മാതൃഹൃദയത്തോട് വാത്സല്യത്തോടെ ചേർത്ത് നിർത്തുന്ന പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യം നുകരാൻ നമുക്കും കഴിയട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.